ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. എന്നും തിരക്കുകൾ മാത്രം ശ്വസിച്ചുണരുന്ന ഒരിടം. അനൗൺസ്മെന്റുകളുടെ കർക്കശ ശബ്ദങ്ങൾ, ട്രെയിനുകളുടെ ചൂളം വിളികൾ. ഇവയ്ക്കിടയിൽ മനുഷ്യർ ഉറുമ്പുകളെപ്പോലെ പരക്കം പാഞ്ഞു. ആ വലിയ ജനസാഗരത്തിനിടയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു രൂപമുണ്ടായിരുന്നു. അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു രൂപം. മാധവി. മുഷിഞ്ഞു നാറിയ സാരി, ജടപിടിച്ച മുടി, ഒട്ടിയ വയർ. അവൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അറ്റത്തുള്ള സിമന്റ് ബെഞ്ചിന്റെ ചുവട്ടിൽ ചുരുണ്ടുകൂടി കിടന്നു. യാത്രക്കാർ മൂക്കുപൊത്തിക്കൊണ്ട് അവളെ കടന്നുപോയി. ചിലർ വട്ടച്ചി എന്ന് വിളിച്ച് ആക്രോശിച്ചു. പോർട്ടർമാർക്ക് അവളൊരു ശല്യമായിരുന്നു. പക്ഷേ ആ അവഗണനയുടെ ലോകത്ത് അവൾക്ക് മാത്രമായി ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു. അവിടെ പ്രജകളായി 3 പേർ മാത്രം. വീരനും കാളിയും അപ്പുവും. സ്റ്റേഷനിലെ തെരുവു നായ്ക്കളായിരുന്നു അവർ. കറുത്തു മെലിഞ്ഞ കാളി, ചെവിമുറിഞ്ഞ വീരൻ, കുസൃതിക്കാരനായ അപ്പു. മനുഷ്യർ വെറുപ്പോടെ നോക്കുമ്പോൾ ആ മിണ്ടാപ്രാണികൾ വാലാട്ടിക്കൊണ്ട് മാധവിയുടെ അരികിലെത്തി. അവൾക്ക് കിട്ടുന്ന ഉണങ്ങിയ റൊട്ടിക്കഷ്ണങ്ങൾ അവൾ അവർക്കായി പങ്കുവച്ചു. തിന്ന്, നിനക്കല്ലേ വിശപ്പ് കൂടുതൽ, അവൾ അവരോട് മന്ത്രിക്കും. ഭ്രാന്തിന്റെ ജൽപ്പനങ്ങളായി ലോകം അതിനെ കണ്ടു. എന്നാൽ ആ നായ്ക്കൾക്ക് അത് അമ്മയുടെ സ്നേഹമായിരുന്നു. സ്റ്റേഷനിലെ ബഹളങ്ങൾക്കിടയിൽ കണ്ണടച്ചു കിടക്കുമ്പോൾ മാധവി ചിലപ്പോഴൊക്കെ മറ്റൊരു ലോകത്തെത്തും. പച്ചപ്പുകൊണ്ട് പുതച്ച നാട്, ഓളങ്ങളുടെ താളമുള്ള കുട്ടനാട്ടിലെ ഒരു കൊച്ചു ദ്വീപ്. അവിടെ ഓലമേഞ്ഞ ഒരു കൊച്ചു വീടിന്റെ തിണ്ണയിലിരുന്ന് കയർ പിരിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അതായിരുന്നു പഴയ മാധവി. അവളുടെ ലോകം ദാസനായിരുന്നു. കറുത്തുമെലിഞ്ഞ കായലിന്റെ മണമുള്ള ദാസൻ. പുലർച്ചെ മഞ്ഞു വീഴുന്ന നേരത്ത് വള്ളവുമായി അവൻ കായലിലേക്ക് പോകും. അപ്പോൾ കരയിൽ വിളക്കുമായി അവൾ നോക്കി നിൽക്കും. ദാരിദ്ര്യമുണ്ടായിരുന്നു. എങ്കിലും അവരുടെ കുടിലിൽ എപ്പോഴും സ്നേഹത്തിന്റെ ചിരിയുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് അവൻ മടങ്ങി വരുമ്പോൾ കൊണ്ടുവരുന്ന പിടയ്ക്കുന്ന കരിമീൻ, വള്ളത്തിൽ നിന്നെടുക്കുന്ന ആമ്പൽപ്പൂവ്, അവ അവൾക്ക് സ്വർണത്തേക്കാൾ വിലപ്പെട്ടതായിരുന്നു. ഈ കായലുപോലെ ആടി നീ, എപ്പോഴും ശാന്തയാ, പക്ഷേ ഉള്ളില് നിറയെ സ്നേഹത്തിന്റെ ആഴമാ, ദാസൻ പറയുമായിരുന്നു. പക്ഷേ വിധി ഒരു കർക്കിടക മാസത്തിലെ പേമാരിയുടെ രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇരച്ചുകയറി. അന്ന് പതിവിലും നേരത്തെ ആകാശം ഇരുണ്ടു. കാറ്റ് തെങ്ങോലകളെ പിഴുതെറിയാൻ തുടങ്ങി. കായൽ ഒരു രാക്ഷസനെപ്പോലെ ഇരമ്പി. നേരം ഇരുട്ടിയിട്ടും ദാസൻ മടങ്ങി വന്നില്ല. മാധവി വീടിന്റെ വരാന്തയിൽ റാന്തൽ വിളക്കുമായി കാത്തിരുന്നു. കാറ്റിൽ വിളക്കണഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല. അവളുടെ ഉള്ളിലെത്തി ആളിക്കത്തുകയായിരുന്നു. രാത്രി മുഴുവൻ കായലിലേക്ക് നോക്കി അവൾ പ്രാർത്ഥിച്ചു. ഒടുവിൽ 3-ാം നാൾ ഗ്രാമത്തിലെ ചിലർ ദാസന്റെ വള്ളത്തിന്റെ പൊട്ടിയ പലകകൾ കരയിൽ കൊണ്ടുവന്നു. പിന്നാലെ കായൽ തിരികെ നൽകിയ ദാസന്റെ മൃതദേഹവും. വെള്ളം കുടിച്ചു വീർത്ത ആ മുഖം കണ്ടതും മാധവിയുടെ നെഞ്ചിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. അതാ ദ്വീപ് മുഴുവൻ മുഴങ്ങി. ആ നിലവിളിയോടെ അവളുടെ ബോധവും ഓർമ്മകളും എന്നേക്കുമായി നിലച്ചുപോയി. ദാസന്റെ ചിത എരിഞ്ഞടങ്ങിയപ്പോൾ മാധവിയുടെ മനസ്സ് ശൂന്യമായി. പിന്നെ അവൾക്ക് വീടില്ലായിരുന്നു, നാടില്ലായിരുന്നു. ദാസനെ തേടിയെന്ന വണ്ണം അവൾ നടന്നു. കായൽ കരയിൽ നിന്ന് പാലങ്ങൾ കടന്ന് ഒടുവിൽ അവൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഇരുമ്പു പാളങ്ങൾ കൂട്ടിമുട്ടുന്ന ഇടം. ഇവിടെയുള്ള ഓരോ ട്രെയിൻ വിസിലും അവൾക്ക് ദാസന്റെ വള്ളത്തിന്റെ പാട്ടാണെന്ന് തോന്നിയിട്ടുണ്ടാകാം. ഡിസംബറിലെ തണുത്ത കാറ്റ് വീശുന്ന സമയം. സ്റ്റേഷൻ മുഴുവൻ ശബരിമല തീർത്ഥാടകളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ എന്ന ശരണം വിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. ഭക്തിയുടെ ആ വലിയ പ്രവാഹത്തിനിടയിലും ഇരുപ്പിന്റെ മറപറ്റി ചില തിന്മകൾ പതിയിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു മാധവിക്ക്. 2 ദിവസമായി കാര്യമായൊന്നും കഴിച്ചിട്ടില്ല. മഴ ചാറുന്ന രാത്രിയിൽ അവൾ നടന്നു സ്റ്റേഷന്റെ വെളിച്ചം കുറഞ്ഞ പഴയ ഗുഡ്സ് ഷെഡിന്റെ ഭാഗത്തേക്ക്. അവിടെ ആരെങ്കിലും ഉപേക്ഷിച്ച ഭക്ഷണപ്പൊതികളുണ്ടാകുമെന്ന് അവൾ കരുതി. എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് ഭക്ഷണമായിരുന്നില്ല, ചില കഴുകൻ കണ്ണുകളായിരുന്നു. ഇരുട്ടിൽ നിന്ന് 3 രൂപങ്ങൾ അവളുടെ മുന്നിലേക്ക് വന്നു. ലഹരിയുടെ മടമുള്ളവർ, മനുഷ്യരൂപം പൂണ്ട മൃഗങ്ങൾ. ഭയന്നുപോയ മാധവി പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചു. എങ്കിലും അവർ അവളെ വളഞ്ഞു. വിടണേ, പോട്ടെ, അവൾ ദയനീയമായി കരഞ്ഞു. പക്ഷേ ആ വാക്കുകൾക്ക് അവരുടെ കാമഭ്രാന്തിനെ തടയാൻ കഴിഞ്ഞില്ല. ട്രെയിനുകൾ പാഞ്ഞുപോകുമ്പോഴുള്ള ഇരമ്പലിൽ അവളുടെ നിലവിളികൾ ആരും കേട്ടില്ല. അല്ലെങ്കിൽ
കേട്ടവർ അതൊരു ഭ്രാന്തിയുടെ വെറും പുലമ്പലായി കരുതി അവഗണിച്ചു. എന്നാൽ ആ നിലവിളി തിരിച്ചറിഞ്ഞ 3 ജീവനുകൾ അവിടെ ഉണ്ടായിരുന്നു. ദൂരെ പ്ലാറ്റ്ഫോമിൽ കിടക്കുകയായിരുന്ന വീരനും കാളിയും അപ്പുവും. അവർ കുരച്ചുകൊണ്ട് അങ്ങോട്ട് പാഞ്ഞെത്തി. അവർ തങ്ങളുടെ അമ്മയെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് പൊരുതി. വീരൻ അതിലൊരുത്തന്റെ കാലിൽ ആഴത്തിൽ കടിച്ചു. അപ്പുവും കാളിയും അവരുടെ വസ്ത്രങ്ങളിൽ പിടിച്ചുലച്ചു. പക്ഷേ മനുഷ്യന്റെ ക്രൂരതയ്ക്കു മുന്നിൽ ആ മിണ്ടാപ്രാണികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. കരിങ്കൽ ചീളുകൾ കൊണ്ടുള്ള ഏറുകൊണ്ട് വീരന്റെ തല പൊട്ടി, ചോരയൊഴുകി. ക്രൂരമായ ചവിട്ടേറ്റ് അപ്പു തെറിച്ചു വീണു. വേദന കൊണ്ട് പുളഞ്ഞിട്ടും അവർ പിന്മാറാൻ തയ്യാറായില്ല. ദൂരെ മാറി നിന്ന് അവർ നിസ്സഹായരായി കുരച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ആ കഴുകന്മാർ ഇരുളിലേക്ക് മറഞ്ഞു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി ജീവച്ഛവമായി മാധവി മണ്ണിൽ കിടന്നു. ചോരയൊലിപ്പിച്ചുകൊണ്ട് വീരനും കൂട്ടരും അവളുടെ അടുത്തെത്തി. കാളി അവളുടെ മുഖത്തെ കണ്ണീരും ചോരയും നക്കിത്തുടച്ചു. ആ രാത്രിയിൽ പെയ്ത മഴയ്ക്കുപോലും മാധവിയുടെയും ആ നായ്ക്കളുടെയും സങ്കടം കഴുകിക്കളയാനാവില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ പ്ലാറ്റ്ഫോമിൽ അവശനിലയിൽ കിടക്കുന്ന മാധവിയെ കണ്ട യാത്രക്കാർ മുഖം ചുളിച്ചു. ആരും അവളോടെന്തു പറ്റിയെന്ന് ചോദിച്ചില്ല. ഇവളെയൊന്നും ഇവിടെ നിന്നൊഴിമാക്കിയില്ലെങ്കിൽ നാടിനു തന്നെ നാണക്കേടാണ് എന്ന് ഖദറിട്ട ഒരു മാന്യൻ റെയിൽവേ പോലീസിനോട് പരാതി പറഞ്ഞു. അത് കേട്ട് മുറിവേറ്റ വീരൻ ഒന്ന് മുരണ്ടു. മാസങ്ങൾ കടന്നുപോയി. മാധവിയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആ പഴയ മെലിഞ്ഞ രൂപം മാറി. അവളുടെ വയറ് വീർത്തുവന്നു. സ്റ്റേഷനിലെ സ്ഥിരം യാത്രക്കാർക്കും കച്ചവടക്കാർക്കും അതൊരരോചകമായ കാഴ്ചയായിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിലൂടെ കാണുന്ന അവളുടെ വീർത്ത വയറ്, അത് പലരുടെയും സദാചാരബോധത്തെ ചൊടിപ്പിച്ചു. ഇതൊരുമാതിരി ശല്യമായല്ലോ, ഇവളെയൊന്നും ആരും കൊണ്ടുപോകുന്നില്ലേ എന്ന് മൂക്കുപൊത്തിക്കൊണ്ട് ചില സ്ത്രീകൾ പരസ്പരം പറഞ്ഞു. റെയിൽവേ പോലീസുകാർക്ക് അവളൊരു തലവേദനയായി മാറി. മേലുദ്യോഗസ്ഥർ വരുമ്പോൾ സ്റ്റേഷൻ വൃത്തിയായിരിക്കണം എന്ന നിർബന്ധം. അതിനാൽ പലപ്പോഴും അവർ ലാത്തികൊണ്ട് തട്ടി അവളെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചു. എഴുന്നേറ്റ് പോടി അവിടുന്ന്, വേറെ എവിടെയെങ്കിലും പോയി കിടക്ക് എന്നാക്രോശിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ അവളുടെ കാലിൽ ലാത്തികൊണ്ട് കുത്തി. വേദന കൊണ്ട് പുളഞ്ഞ് വീർത്ത വയറുമായി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന മാധവി. അവരെ കണ്ട് വീരൻ കുടച്ചുകൊണ്ട് ചാടി വീണു. പോലീസുകാരൻ പിന്തിരിഞ്ഞെങ്കിലും മാധവിക്ക് അവിടെ സമാധാനമായി കിടക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഗർഭം വളരുംതോറും മാധവിക്ക് അനങ്ങാൻ വയ്യാത്ത സ്ഥിതിയായി. കാലുകൾ നീരുവന്ന് വീർത്തു. നടക്കാൻ പോയിട്ട് എഴുന്നേൽക്കാൻ പോലും അവൾ പ്രയാസപ്പെട്ടു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൾ കരയുമ്പോൾ മനുഷ്യരാരും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അവിടെയാണ് ആ മൃഗങ്ങൾ മനുഷ്യരെക്കാൾ വലിയവരായത്. അപ്പുവും കാളിയും സ്റ്റേഷനിലെ വേസ്റ്റ് ബിന്നുകളിൽ തലയിട്ട് ഭക്ഷണം തിരഞ്ഞു. പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞുകളഞ്ഞ ബാക്കി വന്ന ഭക്ഷണപ്പൊതികൾ അവർ കടിച്ചെടുത്ത് മാധവിയുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ഒരു ദിവസം ഒരു കുടുംബം ട്രെയിനിൽ നിന്നിറങ്ങി പ്ലാറ്റ്ഫോമിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവർ ബാക്കി വന്ന ബിരിയാണി പൊതിഞ്ഞ് വേസ്റ്റ് ബിന്നിലേക്കെറിഞ്ഞു. ഇത് കണ്ട കാളി ഊടിച്ചെന്ന് ആ പൊതി കടിച്ചെടുത്തു. വിശന്നുവലഞ്ഞ സ്വന്തം വയറിനെ അവഗണിച്ചുകൊണ്ട് അവളത് മാധവിയുടെ മടിയിൽ കൊണ്ടുവന്നു വെച്ചു. വിറയ്ക്കുന്ന കൈകളോടെ മാധവി അത് വാരിത്തിന്നുമ്പോൾ കാളിയും അപ്പുവും വാലാട്ടി അരികിൽ നിന്നു. ഉറങ്ങുമ്പോൾ പോലും വീരൻ അവൾക്ക് കാവലായിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട ആരെങ്കിലും ആ ഭാഗത്തേക്ക് വന്നാൽ വീരൻ പല്ലുകൾ ഇളിച്ച് ഒരു സിംഹത്തെപ്പോലെ മുരണ്ടു. അവന്റെ ആ നിൽപ്പ് കണ്ടാൽ ആരും ഭയന്നുപോകും. ഗർഭിണിയായ ഒരമ്മയ്ക്ക് സ്വന്തം മക്കൾ പോലും നൽകാത്ത സംരക്ഷണം, അതാണ് ആ 3 നായ്ക്കൾ നൽകിയത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ദൂരെ ഒരു ബെഞ്ചിലിരുന്ന ഒരു വൃദ്ധൻ കണ്ണീരോടെ തന്റെ പേരക്കുട്ടിയോട് പറഞ്ഞു, "കണ്ടോ മോളെ, മനുഷ്യനുപേക്ഷിച്ച ധർമ്മം ഇപ്പോൾ മൃഗങ്ങളാണ് കാണിക്കുന്നത്. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ഇവരെപ്പോലുള്ള മിണ്ടാപ്രാണികളുടെ നന്മ കൊണ്ടാണ്." കർക്കിടകമാസം. ആകാശം പൊട്ടിക്കീറുന്നതുപോലെ മഴ പെയ്തുകൊണ്ടിരുന്നു. ആലപ്പുഴ നഗരം തണുത്തുറഞ്ഞു. സ്റ്റേഷന്റെ ഉപേക്ഷിക്കപ്പെട്ട ഗുഡ്സ് ഷെഡിന്റെ വരാന്ത. മേൽക്കൂര ചോർന്നൊലിക്കുന്ന അവിടെ മാധവി പ്രസവവേദന കൊണ്ട് പുളഞ്ഞു. അവളുടെ കരച്ചിൽ പുറത്തെ ഇടിമുഴക്കത്തിൽ ആരും കേട്ടില്ല. ചോരയും നീരുമൊഴുകി തണുത്ത തറയിൽ അവൾ കിടന്നു പിടഞ്ഞു. അവൾക്ക് കൂട്ടിന് ആ 3 ജീവനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാളി അവളുടെ മുഖം നക്കി തുടച്ചു. വീരൻ പുറത്തേക്ക് നോക്കി കുരച്ചുകൊണ്ട് സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പാതിരാത്രിയുടെ യാമത്തിൽ
ഒരു കുഞ്ഞിന്റെ കരച്ചിലുയർന്നു. മാധവി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവളുടെ ശരീരം തളർന്നുപോയിരുന്നു. കണ്ണു തുറക്കാൻ അവൾ പാടുപെട്ടു. മങ്ങുന്ന കാഴ്ചയിൽ അവൾ കണ്ടത് തന്റെ കുഞ്ഞിനെ കാളി നക്കി വൃത്തിയാക്കുന്നതാണ്. എന്റെ കുഞ്ഞ്, അവൾ അവ്യക്തമായി എന്തോ പറഞ്ഞു. പിന്നെ അവളുടെ കൈകൾ തളർന്നു വീണു. മാധവിയുടെ ശ്വാസം എന്നേക്കുമായി നിലച്ചു. പക്ഷേ ആ രാത്രി അവസാനിച്ചിരുന്നില്ല. തണുത്ത കാറ്റിൽ കുഞ്ഞു വിറയ്ക്കാൻ തുടങ്ങി. അമ്മയുടെ ചൂട് നഷ്ടപ്പെട്ട ആ കുഞ്ഞിന് ആ തെരുവുനായ്ക്കൾ ജീവൻ നൽകി. അവർ മൂന്നുപേരും കുഞ്ഞിനു ചുറ്റും കിടന്നു. തങ്ങളുടെ രോമമുള്ള ശരീരങ്ങൾ കൊണ്ട് ആ പിഞ്ചു കുഞ്ഞിന് അവർ ചൂട് പകർന്നു. എലികൾ അടുക്കാതെ വീരൻ ഉറക്കമിളച്ച് കാവലിരുന്നു. നേരം വെളുത്തു. മഴ മാറി മഞ്ഞുപുകയുന്ന പ്രഭാതം. സ്റ്റേഷനിലെ തൂപ്പുകാരാണ് ഗുഡ് ഷെഡിന്റെ മൂലയിൽ നിന്ന് ആ കുഞ്ഞിന്റെ കരച്ചിൽ ആദ്യം കേട്ടത്. അവർ ഓടിച്ചെല്ലുമ്പോൾ കണ്ട കാഴ്ച മനുഷ്യന്റെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. മരിച്ചു മരവിച്ച, ശരീരം നീലിച്ച മാധവിയുടെ നെഞ്ചോട് ചേർന്ന് ഒരു പിഞ്ചു കുഞ്ഞ് കിടക്കുന്നു. ആ അമ്മയുടെ തണുപ്പ് കുഞ്ഞിലേക്ക് പടരാതിരിക്കാൻ കാളിയും അപ്പുവും കുഞ്ഞിനെ ചേർത്തു പിടിച്ചു കിടക്കുകയാണ്. വീരൻ കുറച്ചു മാറി ആർക്കും അടുക്കാൻ കഴിയാത്ത വിധം കാവൽ നിൽക്കുന്നു. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവൽ നിന്നതിന്റെ ക്ഷീണം ആ ശരീരത്തിലുണ്ട്. അയ്യോ, ആ വട്ടച്ചിപ്പെണ്ട് മരിച്ചുപോയല്ലോ! തൂപ്പുകാരിയുടെ നിലവിളി കേട്ട് റെയിൽവേ പോലീസും യാത്രക്കാരും ഓടിക്കൂടി. കുഞ്ഞിനെ എടുക്കാൻ ഒരു വനിതാ പോലീസ് അടുത്തേക്ക് ചെന്നു. ഉടനെ വീരൻ മുരണ്ടുകൊണ്ട് മുന്നിലേക്ക് ചാടി. മാറങ്ങോട്ട്! പോലീസുകാരൻ ലാത്തി ഓങ്ങി. പക്ഷേ വീരൻ അനങ്ങിയില്ല. അവനത് വെറുമൊരു ശവശരീരമായിരുന്നില്ല. അവൻ അന്നം തന്ന, സ്നേഹം തന്ന ഒരേയൊരു അമ്മയായിരുന്നു. ഒടുവിൽ പോലീസുകാർ വലകൊണ്ടവരെ പിടിച്ചുമാറ്റി. കുഞ്ഞിനെ വനിതാ പോലീസ് ഏറ്റെടുക്കുമ്പോൾ കാളി ദയനീയമായി മൂങ്ങി. ആ നായ്ക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് കണ്ടു നിന്നവർ വിശ്വസിക്കാൻ പാടുപെട്ടു. ആംബുലൻസ് വന്നു. മാധവിയുടെ മൃതദേഹം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ സ്ട്രെച്ചറിലേക്ക് മാറ്റി. കുഞ്ഞിനെ മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസിന്റെ വാതിൽ അടഞ്ഞപ്പോൾ അതുവരെ അടക്കിപ്പിടിച്ച സങ്കടം സഹിക്കാനാവാതെ ആ മൂന്ന് നായ്ക്കളും ആകാശത്തേക്ക് നോക്കി ഊരിയിട്ടു. അതൊരു വിലാപമായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷന്റെ കരിങ്കൽ ചുവരുകളെപ്പോലും കരയിപ്പിക്കുന്ന വിലാപം. സൈറൻ മുഴക്കി ആംബുലൻസ് ജനറൽ ആശുപത്രിയിലേക്ക് പാഞ്ഞു. പെട്ടെന്നാണത് സംഭവിച്ചത്. സ്റ്റേഷന്റെ ഗേറ്റ് കടന്ന് തിരക്കേറിയ റോഡിലേക്ക് ആംബുലൻസ് ഇറങ്ങിയപ്പോൾ പിന്നാലെ 3 ജീവികൾ കുതിച്ചു പാഞ്ഞു. ഹോണുകൾ മുഴക്കി ചീറിപ്പായുന്ന ബസ്സുകൾക്കും കാറുകൾക്കുമിടയിലൂടെ ജീവൻ പണയം വെച്ചവർ ഓടുകയായിരുന്നു. വീരൻ മുന്നിലും തൊട്ടുപിന്നാലെ കാളിയും അപ്പുവും. തങ്ങളുടെ അമ്മയെ കൊണ്ടുപോകുന്ന വണ്ടി കണ്ണിനു മുന്നിൽ നിന്ന് മറയാതിരിക്കാൻ അവർ ശ്വാസം മുട്ടുവോളം ഓടി. നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനിൽ സിഗ്നൽ കിട്ടാതെ ആംബുലൻസ് നിർത്തി. കിതച്ചുകൊണ്ട് പാഞ്ഞെത്തിയ വീരനും കൂട്ടരും ആ വണ്ടിക്ക് ചുറ്റും കൂടി. ആംബുലൻസിന്റെ ടയറുകളിൽ മാന്തിയും വണ്ടിയിൽ തലയിടിച്ചും അവർ കരഞ്ഞു. ഡ്രൈവർ വണ്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ മുന്നിൽ നിന്ന് മാറിയില്ല. റോഡിലെ തിരക്ക് സ്തംഭിച്ചു. ബസ്സുകളിലെയും കാറുകളിലെയും യാത്രക്കാർ ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. നോക്ക്, ആ നായ്ക്കൾ കരയുകയാണ്, ആരോ വിളിച്ചു പറഞ്ഞു. ഒരു ഭ്രാന്തിയായ സ്ത്രീക്ക് തെരുവുനായ്ക്കൾ നൽകുന്ന ഈ അന്ത്യാഞ്ജലി കണ്ട് കഠിനഹൃദയരായ പോലീസുകാർ പോലും തൊപ്പിയൂരി തലകുനിച്ചുപോയി. ഒടുവിൽ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ മൃതദേഹം ഇറക്കുമ്പോഴും അവർ കൂടിയുണ്ടായിരുന്നു. മോർച്ചറിയുടെ വാതിൽ അടയുന്നതുവരെ അവർ അനങ്ങിയില്ല. മാധവി മരിച്ചു. അവളുടെ കുഞ്ഞ് സർക്കാർ സംരക്ഷണയിലായി. പക്ഷേ ആലപ്പുഴയിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നും ഒരു വലിയ ശൂന്യതയുണ്ട്. അവിടെ വെയിറ്റിംഗ് ഷെഡിന്റെ മൂലയിൽ ദൂരേക്ക് നോക്കിക്കിടക്കുന്ന 3 നായ്ക്കളെ ഇപ്പോഴും കാണാം. ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ അവർ മണത്തു നോക്കും, പക്ഷേ കഴിക്കില്ല. അവരുടെ കണ്ണുകൾ ഇപ്പോഴും ആരെയിളയോ തിരയുകയാണ്, ഇനിയൊരിക്കലും മടങ്ങിവരാത്ത അവരുടെ പ്രിയപ്പെട്ട അമ്മയെ. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്ന ഈ ലോകത്ത് സ്നേഹമെന്താണെന്ന് പഠിപ്പിച്ചു തന്ന ആ 3 മിണ്ടാപ്രാണികൾ. അവർ ആലപ്പുഴയുടെ നൊമ്പരമായി ഇന്നും ജീവിക്കുന്നു.